ഇന്നലെ നമ്മൾ കാച്ചിങ്ങ പറിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാച്ചിങ്ങ തേ നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതിൽ മൂത്ത ഭാഗങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇന്ന് ഉച്ചക്കേൽക്ക് കാച്ചിങ്ങക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കാനുണ്ട്. കാരണം ഇതിൽ മണ്ണൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അത് മണ്ണൊന്നും കടിക്കാതെ വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കണം. പിന്നെ തൊലി കളഞ്ഞ് ഇഷ്ടം പോലെ പ്രാവശ്യം കഴുകണം കേട്ടോ. അപ്പോൾ അതേ അമ്മ പൈപ്പിൽ കാണിച്ച് നല്ലപോലെ മണ്ണൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചക്കേൽക്ക് വേണ്ടിയിട്ട് പയറുപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ കാച്ചിങ്ങ കറിയും പിന്നെ മുട്ട റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഇറയത്തിരുന്നാണ് കഴിച്ചത്. ഇറയത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ ഇറയത്തൊക്കെ ഇരിക്കും. അപ്പോഴാണ് നമ്മളൊരു കൊറിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നത് ഒരു ഡ്രസ്സാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോഴാണ് വന്നത്. പിന്നെ അതൊന്ന് പൊട്ടിച്ചൊക്കെ നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. മിഠായി അന്വേഷിച്ചാണ് ഞാൻ പോയത്, പക്ഷേ മിഠായികളൊന്നും കണ്ടില്ല. അപ്പം ഞാനുള്ള മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ അത് വെള്ളത്തിലിട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇതുപോലെ ചെറിയ പാക്കറ്റുകൾ ഞങ്ങൾ മേടിക്കും. പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അതൊന്ന് കഴിച്ചു കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള മുന്തിരി കാരണം നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്കിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. കാഷ്യൂ ഇതുപോലെ തന്നെ മുന്തിരിയൊക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിക്കാൻ തന്നെ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പഠിക്കാനിരുന്നത് നമ്മുടെ കമ്മിറ്റിയൊക്കെ ആയിരുന്നു. അത് ഞാൻ എപ്പോഴും ലാസ്റ്റിക്ക് വെക്കുന്നൊരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ കമ്മിറ്റിയിൽ. അപ്പോൾ അതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ എപ്പോഴും വിട്ട് കളയുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഓൺലൈനായിട്ടൊരു ക്ലാസ് ചേർന്നിരുന്നു. പക്ഷെ അവർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ ടൈപ്പാണ് നമുക്ക് പഠിക്കാനായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും പോവും. കാരണം നമ്മൾ തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് പഠിക്കുന്ന പോലെയാണ്. അവർ ഇങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് ഇങ്ങനെ തരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ നോട്ടിൽ ഇങ്ങനെ ഇയറും അതുപോലെ തന്നെ ആരാണ് ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ കമ്മിറ്റിയുടെ ഇതും എഴുതി വെച്ചു. സെക്രട്ടറി അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഒരു നോട്ടിലാക്കി എഴുതി വെച്ച് അങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് ചേരുമ്പോൾ എപ്പോഴും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം, അല്ലെങ്കിൽ നമുക്ക് നല്ല നോട്ട്സ് പോലും കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം ഇനി നല്ല ഏതെങ്കിലും സ്ഥലത്ത് ഓൺലൈനായിട്ട് തന്നെ ആയാലും ചേരണം. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരമൊക്കെ അത്യാവശ്യം നല്ല നല്ല സെൻറ്ററുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പറവൂർ എനിക്ക് തോന്നുന്നില്ല, ഇവിടെ തൃശ്ശൂരൊക്കെ ഉണ്ട് കുറച്ച്. അപ്പോൾ അവിടെയൊക്കെ ഏതായാലും ഓൺലൈനായിട്ട് ചേർന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ബാക്കിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ കുറച്ച് നേരം ഒന്ന്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നോട്ട്സും കൂടെ ഒന്ന് തയ്യാറാക്കി വെക്കാനുണ്ടായിരുന്നു. ലോരൊക്കെ അത്യാവശ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ ലോടെ കുറച്ച് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടോടുകൂടി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി അപ്പോൾ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരുവിധം അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റി ഇന്ന്. കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇത് ലോഡായിട്ട് തോന്നില്ലേ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം വരുമ്പോൾ. ഇപ്പോൾ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.